1 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് ഈ 2 ഏലക്കയും ഗ്രാമ്പും കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. അതുപോലെ തന്നെ കുറച്ച് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഉടച്ചുകൊണ്ട് വരാം. അപ്പോൾ ഏലക്കയും ഗ്രാമ്പും കൂടെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിഞ്ഞ് കിട്ടേണ്ട സൗകര്യത്തിന് ഇച്ചിരി പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയാണ് എടുക്കുന്നത്, 1 കപ്പ് തേങ്ങ. ഇനി നമ്മൾ ഈ മധുരക്കിഴങ്ങ് ഇവിടെ ഉടച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഇതും കൂടെ അങ്ങോട്ട് നീക്കി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ളൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ആ കിഴങ്ങിന് തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. ലേശം ഉപ്പും പഞ്ചസാരയും മറ്റേ ആ ഏലക്കയൊക്കെ പൊടിച്ചപ്പോൾ അതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലൊരു പലഹാരമാണ്. മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാം. ഗോതമ്പ് പൊടിയിൽ മാത്രമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, അരിപ്പൊടിയിൽ മാത്രമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അത് ആ കുഴച്ചെടുക്കുന്നതിൻ്റെ ഒരു ഇതിനാണ് രണ്ടും കൂടെ ചേർത്തത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊന്ന് സബ്ബാക്കിയേക്കണേ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് വാഴയില വാട്ടി അതിൻ്റെ അകത്ത് വെച്ച് പൊതിഞ്ഞ് ഉണ്ടാക്കാം. ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് ഇതിൽ വെച്ച് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ ചെറുതായിട്ട് പരത്തി കൊടുക്കണം, ഒന്ന് നിരന്ന് കിട്ടാൻ വേണ്ടി. അങ്ങോട്ട് ഇങ്ങനെ വയ്ക്കാം. അതുപോലെ എല്ലാം ഇങ്ങനെ ഉരുട്ടി നമുക്ക് പൊതിഞ്ഞെടുക്കാം. നമ്മൾ ഉരുളയായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് പൊതിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഇതിൽ വെച്ച് തന്നെ. നമ്മളിതെല്ലാം പറക്കി ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. നല്ലൊരു പലഹാരമാണ്, ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മധുരക്കിഴങ്ങ് കൊണ്ടൊരു മധുര പലഹാരമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കറുത്ത ശർക്കര ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കറുപ്പ് കളർ കിട്ടിയാണ്. എൻ്റെ കൈ വെള്ള ശർക്കരയേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെളുത്ത കളർ. അത് ഈ കളർ ആൾക്ക് അത്ര പിടിക്കത്തുമില്ല. ഇങ്ങനെ കറുത്തിരിക്കുമ്പോഴാണ് പലഹാരങ്ങൾക്ക് കൂടുതൽ കാഴ്ച കിട്ടുന്നത്. കാഴ്ചയ്ക്ക് ഭംഗി കറുത്ത ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഏത് പലഹാരമായാലും. അപ്പോൾ ഇത് മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയൊരു പലഹാരമാണ്. മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം.